ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ച മുന്നേ ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കോളേജ് ലൈഫിനെ പറ്റിയും കോളേജ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളവർക്ക് ഒരു മറുപടിയായിട്ട് ഞാൻ ഹോസ്റ്റലിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അതിൽ ഞാൻ മെയിനായിട്ട് എൻ്റെ കോഴ്സിനെ പറ്റി ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം അതിൻ്റെ ഇടയിൽ വന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി, BCA പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ആക്കി പറയുമോ, എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയുമോ, എങ്ങനെ ഉണ്ടായിരുന്നു. ഞാനൊരു ഭയങ്കര കമ്പ്യൂട്ടർ ബേസ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളല്ല. അപ്പം എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായം പറയൂ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കുള്ളൊരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഈ കോഴ്സിനെ പറ്റി എന്റേതായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ടഫായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ BC അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളല്ല ഞാൻ പക്ഷെ പഠിച്ചത് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു, അത് ശരിയാണ്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിയുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്റെ 12th കൊമേഴ്സ് എന്റെ കോഴ്സിനുള്ളിൽ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു. ബട്ട് ഒന്നാമത്തെ കാര്യം, മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊറോണ ബാച്ച് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഫോക്കസ് പോയിന്റ് തരും, അത് മാത്രം പഠിച്ച് ഞങ്ങൾ എക്സാം എഴുതുക. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിരുന്നവരാണ് ഞങ്ങളുടെ ആ ഒരു 1-2 വർഷം ബാച്ച് വരെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഡീപ്പായിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വേണ്ടി പഠിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ കമ്പയറിംഗ് ടു അതർ സബ്ജക്ട്സ് ലൈക്ക് ഈ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് അങ്ങനെയുള്ള കോഴ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു. അതെനിക്ക് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അതിന്റെ തിയറിറ്റിക്കൽ സൈഡൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ BCA എടുക്കാനുള്ള കാരണം. പിന്നെ ഈ കൂടുതലും അതെനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ മേ ബി ഇതായിരിക്കും, കാരണം കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുള്ളവരിൽ ഒരു 1-2 പേര് മാത്രമേ കമ്പ്യൂട്ടർ ഫീൽഡിലോട്ട് അല്ലെങ്കിൽ IT ഫീൽഡിലോട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വേറെ എന്തെങ്കിലുമൊക്കെ പോവാ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർക്ക് 11th 12th പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലാകുന്നോണ്ടിട്ട് പോകുന്നതായിരിക്കാം. പക്ഷെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, കൂടുതലും ഈ IT ഫീൽഡ് BTech ആയാലും BC ആയാലും BSc കമ്പ്യൂട്ടർ സയൻസ് ആയാലും IT റിലേറ്റഡ് കോഴ്സ് എല്ലാം എടുക്കുന്നത് കൂടുതലും ബയോമാക്സ് ആൾക്കാരാണ്. ബയോമാക്സ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാരായിരിക്കും പോയി ചാടുന്നത്. എല്ലാ IT ഫീൽഡിലോട്ടും പോയി ചാടുന്ന. പക്ഷെ അത് ഡിഗ്രി എടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് പറ്റിയ പണിയല്ല, PG നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, പറ്റത്തില്ല, നമുക്കൊരു കാര്യം മനസ്സിലാവും. പക്ഷെ അത് എപ്പോഴും അങ്ങനെയാണ്. കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി ചാടുന്നത് ഒന്നീ സയൻസ് എടുത്തിട്ടുള്ള ആൾക്കാരും, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, അതും അല്ലെങ്കിൽ കൊമേഴ്സ് വിത്ത് നോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് പോയി എടുക്കുന്നവരായിരിക്കും കൂടുതലും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ബയോമാക്സ് എടുത്തിട്ടുള്ളവരാണെങ്കിലും കൊമേഴ്സ് എടുത്തിട്ട് അപ്പൊ അവർക്ക് ചിലർക്ക് ഇങ്ങനെ ആയിരിക്കും, IT ഫീൽഡ് ആകുമ്പോൾ പെട്ടെന്ന് ജോലി കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കോഴ്സ് എടുക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിച്ച് എടുത്ത ഒരാളാണ്. അത് സത്യമാണ്, IT ഫീൽഡാണ്. കാരണം ഇനി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തില് IT ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നിക്കത്തില്ല. അതായത് ജോലിക്ക് ഒരു പ്രശ്നം വരത്തില്ല, നമുക്ക് ഉറപ്പുള്ള ഒരു കുറച്ച് ഫീൽഡാണ് അതൊക്കെ. ഇനി ബയോമാക്സ് പഠിച്ചിട്ട് വന്നവര് BC എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. BC എടുക്കുമ്പോഴേക്കും നമുക്ക്, അതായത് 12th കഴിഞ്ഞ് നമ്മൾ അടുത്ത മന്ത് തന്നെ ഒരിക്കലും പോയി കോഴ്സിന് ജോയിൻ ആവില്ല. നമുക്ക് അഡ്മിഷൻസ് ഒക്കെ വരെ എങ്ങനെയോ ഒരു 3-4 അല്ല ഒരു മാക്സിമം ഒരു 5 മാസമെങ്കിലും എടുക്കും. ആ 5 മാസം നമ്മൾ വീട്ടിൽ വെറുതെ നിൽക്കുന്ന ടൈം നിങ്ങളുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും GTech പോലുള്ള കമ്പ്യൂട്ടർ സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് കുഞ്ഞു കുഞ്ഞു ബേസിക് ആയിട്ടുള്ള കോഴ്സ് എന്ന് വെച്ചാൽ പൈത്തൺ ഒക്കെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. പൈത്തൺ, C#, C++ അങ്ങനെയുള്ള കോഴ്സൊക്കെ ബേസിക് ആയിട്ടുള്ള, ഭയങ്കര ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ്സിൽ പോയിരിക്കുമ്പോഴേക്കും ഫസ്റ്റ് ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതില്ലാതെ ഇരിക്കും. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ളത്. എനിക്ക് വെറുതെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ആ ടൈമിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കോഴ്സ് ഒക്കെ ചെയ്യാം, അല്ലാതെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിട്ട് ചെയ്യും. അതല്ല ഇപ്പം 6 to 8 months വരെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് DCA എന്നൊരു ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഈ കോഡിങ്ങിന്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്തതുമായി ഒരു ഡിപ്ലോമ കയ്യിലുണ്ട്, നിങ്ങൾ പഠിച്ചതുമായി. അപ്പൊ അതൊക്കെ നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയാം, പ്ലീസ് 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 ബയോമാക്സും നോർമൽ കൊമേഴ്സും എടുത്തിട്ടുള്ളവരാരും ഈ കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാതെ പോയി BCAയുടെ ക്ലാസ്സിലോട്ട് കയറി നമുക്കൊന്നും മനസ്സിലാവില്ല. മീൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കുറ്റവും തോന്നും, എന്തിനാ ഞാനിങ്ങനെ എടുത്ത്, എന്റെ 3 വർഷം പോയല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പിന്നെ വേറൊരു ഡൗട്ട് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാല്, BCA എടുത്തിട്ട് അതിപ്പോ കൂടുതലും സെക്കൻഡ് ഇയേഴ്സ് 3rd ഇയേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. BCA എടുത്തു കഴിഞ്ഞാല് കോഡിംഗ് ഉള്ള ജോലി, ഇപ്പൊ കോഡിംഗ് അറിയില്ലെങ്കിൽ ജോലി കിട്ടത്തില്ലേ എന്നൊരു ചോദ്യമുണ്ട്.
അങ്ങനെയൊന്നും ഇല്ല. കോഡിങ് അറിയില്ലെങ്കിൽ ജോലി കിട്ടില്ല എന്ന് അങ്ങനെയല്ല. കാരണം ഈ IT ഫീൽഡിൽ തന്നെ ഒരുപാട് ജോലിയുണ്ട്. HR ഉണ്ട്, പിന്നെ ടെസ്റ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഒക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ അതെന്ന് വെച്ചാൽ ഇപ്പൊ BC എടുത്ത് പോയവരോട് ഞാൻ പറയാം, ഇതൊന്നും പഠിക്കാണ്ട് എടുത്ത് പോയവരോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്നൊരു ടെൻഷനൊന്നും വേണ്ട. കാരണം IT ഫീൽഡാണ്, നിങ്ങൾക്ക് എങ്ങനെയും ഒരു കമ്പനിയിൽ കയറാം, സുഖമായിട്ട് കയറാം. പക്ഷെ ഫസ്റ്റ് ആയിട്ട് നമുക്കൊരു ഇപ്പം ജോലി കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, വലിയ ഇതായില്ല, നമ്മൾക്ക് എന്താ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് കയറി പോവാം. അതല്ലാതെ ഫസ്റ്റ് ടൈം നമുക്ക് ജോലി കിട്ടാനായിട്ട് പാടായിരിക്കും. അപ്പൊ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ BC എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പൊ ഇതുമാതിരിയുള്ള പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിക്കുമ്പോഴേക്കും എപ്പോഴും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജസിൽ, അതായത് പ്ലേസ്മെന്റ്സ് കൂടുതലുള്ള കോളേജസ് പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ BCA കോഴ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഏതൊരു ഫീൽഡിലാകുമ്പോൾ ഫസ്റ്റ് ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പണിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഭയങ്കര ടഫാണ്. കാരണം ഇപ്പൊ ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഞാനോ എൻ്റെ ക്ലാസ്സിലുള്ളവർ മാത്രമല്ല പഠിച്ചിറങ്ങുന്നത്, അത്രയും കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത്രയും പേരിൽ ഈ പ്ലേസ്മെന്റ്സ് ഉള്ളവരാണെങ്കിൽ കോളേജിൽ നിന്ന് തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി കയറിപ്പോവും. അല്ലാത്തവരെല്ലാവരും ടാലന്റ് ആയിട്ടുള്ളവരുണ്ട്, നോൺ ടാലന്റ് ആയിട്ടുള്ളവരുണ്ട്, മീഡിയം ആയിട്ട് ടാലന്റ് ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും എന്തിനാ വേണ്ടി പോകുന്നത്? ജോലിക്ക് വേണ്ടി തന്നെയാ, ജോലിക്ക് വേണ്ടിയായിരിക്കും എല്ലാരും നടക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ജോലിക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ട് വരാനുള്ള ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ എപ്പോഴും നമ്മൾ എന്താ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലേസ്മെന്റ്സ് കൂടുതലുള്ള കോളേജസ് പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാന് എനിക്ക് കമ്പ്യൂട്ടേഴ്സിന്റെ ഭയങ്കര ബേസ് അത്രയും ഡീപ്പായിട്ടെന്നല്ല, എനിക്ക് കോഡിങ്ങിന്റെ ഒരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ എന്റെ 12th എന്ന് വെച്ചാല് എനിക്ക് കുറച്ച് തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കമ്പ്യൂട്ടർ അത് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പൊ അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഞങ്ങളുടെ 12th ലാബ് എക്സാം വെച്ച് ഞങ്ങൾക്ക് ഒരു 7 ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. ഈ 7 ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് വന്നാൽ മതി. 7 എണ്ണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചോദിക്കും, അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ എക്സാം. അപ്പൊ 7 എണ്ണം കാണാതെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാന്നുള്ളതേ ഉള്ളൂ. അതായിരുന്നു എൻ്റെ 12th എക്സാം എന്ന് പറയുന്നത്. അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 10th മാത്സ് നിർത്തിയ ഒരാളാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ മാത്സ് ഒരു സബ്ജക്റ്റേ പഠിക്കത്തില്ല എന്ന് ശവത്തോട്ട് നിർത്തിയതാണ് ഞാൻ 10th. അങ്ങനെ 11th 12th മാത്സിന്റെ ABCD അറിയാത്ത, പണ്ടേ എനിക്കറിയില്ല, അതിൽ ഈ 11th 12th കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങള് ഞാൻ BCAക്ക് പോയി ഫസ്റ്റ് സെം തൊട്ട് എന്റെ കണ്ണും തള്ളിയിരിക്കും. ഞാനിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. ലൈക്ക് അതൊക്കെ ബയോമാക്സ് കഴിഞ്ഞ് വന്നവർക്ക് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. കാരണം അവര് പഠിച്ചിട്ടുള്ള സെറ്റ് കാര്യങ്ങളൊക്കെയാണ് അവർ അതിൽ പഠിച്ചിട്ടുള്ളത്. എന്നെ പോലെയുള്ളവർക്ക് ലൈക്ക് കൊമേഴ്സ് ആയിട്ട് മാത്സിന് ഒരു ബേസിക് നോളജും ഇല്ലാതെ ഞാൻ വന്നിങ്ങനെ ഇരിക്കും. ഇതൊക്കെ എന്ത് സാധനം ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ഫീൽ എനിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ഇതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് കോഡിങ് എനിക്കറിയില്ല, എനിക്കത് ഇപ്പോഴും അറിയില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്കത് പറയുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാല് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ള എനിക്ക് ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്നെ പോലെ ഇവിടെ ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഒത്തിരി പേരുണ്ട് ഈ BCA പഠിച്ച് ചിലപ്പോൾ BTech ഒക്കെ കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് അവർക്ക് കോഡിങ്ങിന്റെ ബേസിക് കാര്യങ്ങൾ അറിയത്തില്ല. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. വേസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി സബ്ജക്ട് ലൈക്ക് എൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് സെമ്മിൽ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ പൈത്തൺ ലാംഗ്വേജ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് സെമ്മിൽ പൈത്തൺ ആയിരുന്നു. സെക്കൻഡ് സെമ്മിൽ സി ഉണ്ടായിരുന്നു, DBMS ഡേറ്റാബേസ് മാനേജ്മെന്റ് അതുണ്ടായിരുന്നു. പിന്നെ തേർഡ് ആയപ്പോൾ ജാവ. അവിടെയാണ് എൻ്റെ എല്ലാം പോയത്. ജാവ എന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിൾ, ജാവ വളരെ സിമ്പിളാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ജാവ എനിക്കത് ഇപ്പോഴും അറിയില്ല എന്ത് സാധനമാണെന്ന്. ജാവ കണ്ടതോടെ എൻ്റെ കിളിയെല്ലാം പോയി. കാരണം ഇനി എന്ത് വേണം എനിക്ക് അറിയത്തില്ല. പിന്നെ ജാവ കഴിഞ്ഞിട്ട് തേർഡ് സെമ്മിൽ ജാവ ആയിരുന്നു. ഫോർത്ത് സെം ആയപ്പോൾ ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ, അതായത് അഡ്വാൻസ്ഡ് ജാവ ആയിരുന്നു. അതും കൂടെ ആയപ്പോൾ ഫുൾ ബ്ലാങ്ക് ഔട്ട് ആയി. പിന്നെ ഫിഫ്ത്ത് സെം ആയപ്പോൾ വെബ് ടെക്നോളജി ആയി. വെബ് ടെക്നോളജി പിന്നെയും കുഴപ്പമില്ലാത്ത, അതായത് വലിയ കുഴപ്പമില്ലാത്ത, കാരണം HTML ജാവാസ്ക്രിപ്റ്റും CSS ആണ് വരുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരു വെബ് പേജ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്ന അങ്ങനെയുള്ള കുഞ്ഞു ലാംഗ്വേജസ് ആയിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു വെബ് ടെക്നോളജി. പിന്നെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സെം വന്നിട്ട് ലാസ്റ്റ് സെം 6th സെമ്മിൽ എനിക്ക് ഇതായിരുന്നു, C# ഉണ്ടായിരുന്നത്. അത് അറിയില്ല, എന്നാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ഇതാണ് ഞാൻ എൻ്റെ ഈ 6 സെം വരെ ഞാൻ പഠിച്ചിട്ടുള്ള ലാംഗ്വേജസ് ഇത്രയാണ്. അതല്ലാതെ
തിയറി ബേസ്ഡ് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് പഠിച്ചിട്ടുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പഠിച്ചിട്ടുണ്ട്, സൈബർ സെക്യൂരിറ്റി പഠിച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. അതാണ്. പിന്നെ ഇതായിരുന്നു എൻ്റെ ഒരു സിലബസ് ഫോളോ ചെയ്തിരുന്നത്. ഫസ്റ്റത്തെ 2 സെമ്മിൽ മാത്രം എനിക്ക് ലാംഗ്വേജ് ആയിട്ട് പഠിക്കാം, ലൈക്ക് മലയാളം, സാൻസ്ക്രിറ്റ് ഓർ ഹിന്ദി, നമുക്കത് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും പഠിക്കാൻ 2 സെമ്മിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ മാറി. പക്ഷെ ഇപ്പം ഞാൻ ഈ പഠിച്ച സിലബസ് അല്ല നിങ്ങൾ പഠിക്കുമ്പോൾ. ബിക്കോസ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. നിങ്ങൾ വരുമ്പോഴേക്കും ഇതിപ്പം നോർമൽ BCA ഒന്നും അവിടെ ഇല്ല. ഇപ്പം BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BCA വിത്ത് ഡേറ്റാ സയൻസ്, BCA വിത്ത് ML ഒക്കെ ഉള്ളൂ. അല്ലാതെ നോർമൽ BCA ഇന്റഗ്രേറ്റഡ് MCA ഒന്നും ഇല്ല. അപ്പോൾ അതാണ് എനിക്ക് അത്രയാണ് പറയാനുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും എന്നോട് കുറച്ച് പേര് ഇത് BCA പറ്റി ഞാൻ അതെന്താ എനിക്ക് അറിയത്തില്ല, ഞാൻ വിട്ടുപോയതാണ്. ആ Q&Aയിൽ ഞാനത് പറയണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എനിക്ക് എന്തോ ഞാൻ മറന്നുപോയി, ഞാൻ പറഞ്ഞില്ല അതിനെ പറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു BCA പറ്റി. ഞാൻ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ബാക്ക്ഗ്രൗണ്ട് നല്ല വന്നത്, അപ്പൊ എന്റേതായ ഒരു ഒപ്പീനിയൻ കേൾക്കാൻ വേണ്ടി കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.